വാർത്തകൾ വിശദമായി പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. പ്രമുഖ ചരിത്രകാരൻ കെ.എൻ. പണിക്കർ അന്തരിച്ചു. തിരുവനന്തപുരം പട്ടം SUT ആശുപത്രിയിൽ വെച്ചായിരുന്നു അന്ത്യം. ശാരീരിക ബുദ്ധിമുട്ടുകളെ തുടർന്ന് ചികിത്സയിലായിരുന്നു. നവതി ആഘോഷിക്കാനിരിക്കെയാണ് വിടവാങ്ങൽ. വിവരങ്ങളുമായി അതുല്യ രാമചന്ദ്രനാണ് ചേരുന്നത്. അതുല്യ, പ്രമുഖ ചരിത്രകാരനാണ് ഇപ്പോൾ വിട പറഞ്ഞിരിക്കുന്നത്. എപ്പോഴായിരുന്നു മരണം സ്ഥിരീകരിച്ചത്? കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? അരുണിമ, വിഖ്യാത ചരിത്രകാരനും അതുപോലെ തന്നെ ചരിത്രത്തിൻ്റെ വായനയെ വളരെയധികം ജനകീയമാക്കിയതുമായിട്ടുള്ള കെ.എൻ. പണിക്കരാണ് ഇപ്പോൾ വിട പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹം തിരുവനന്തപുരത്ത് പട്ടം SUT ആശുപത്രിയിൽ വെച്ചാണ് അദ്ദേഹത്തിൻ്റെ അന്ത്യം. വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്നാണ് അദ്ദേഹത്തിൻ്റെ അന്ത്യം ഉണ്ടായിരിക്കുന്നത്. നാളെ 10 മണി മുതൽ അദ്ദേഹത്തിൻ്റെ ജവഹർ നഗറിലെ വീട്ടിൽ പൊതുദർശനം നടത്തും. അതിനുശേഷം വൈകിട്ട് 4 മണിക്ക് ശാന്തി കവാടത്തിൽ വെച്ചാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. അദ്ദേഹം ഇതിനു മുൻപ് ഡൽഹി ജവഹർലാൽ നെഹ്റു സർവകലാശാലയുടെ ചരിത്ര വിഭാഗം അധ്യാപകനായി പ്രവർത്തനം അനുഷ്ഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വിവിധ സർവകലാശാലകളിൽ അദ്ദേഹം ചരിത്ര വിഭാഗം മേധാവിയായും മറ്റും പ്രവർത്തിച്ചിട്ടുണ്ട്. കാലടി ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയുടെ മുൻ വൈസ് ചാൻസലറായിരുന്നു. അതിലെല്ലാം ഉപരി അദ്ദേഹത്തിൻ്റെ ചരിത്രത്തോടുള്ള ഒരു നോക്കിക്കാണലാണ് അദ്ദേഹത്തെ വ്യത്യസ്തനാക്കിയിട്ടുണ്ടായിരുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ചരിത്രത്തിൻ്റെ വായനയെ അതിനെ കൂടുതൽ ജനകീയമാക്കുന്നതിനായി അല്ലെങ്കിൽ ചരിത്രത്തിൻ്റെ ജനപക്ഷ വായനയ്ക്കായി തന്നെ ജീവിച്ച ഒരാളാണ് ഇപ്പോൾ ചരിത്രമായിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ എഴുത്ത് മാധ്യമം അല്ലെങ്കിൽ അദ്ദേഹം എഴുതിയിരുന്നത് കൂടുതലും ഇംഗ്ലീഷിലായിരുന്നു. മാത്രമല്ല കൊളോണിയൽ അധിനിവേശത്തിൻ്റെ, അതായത് ബ്രിട്ടീഷ് ഇന്ത്യയിൽ നിന്ന് ബ്രിട്ടീഷുകാർ പോയതിനു ശേഷവും ആ ഒരു അധിനിവേശം എങ്ങനെയാണ് ഇവിടെ നിലനിന്നിരുന്നത് മുതലായ കാര്യങ്ങളിലാണ് അദ്ദേഹം കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത്. അതുപോലെ തന്നെ കേരളത്തിൻ്റെ ഒരു രാഷ്ട്രീയമായിട്ടുള്ള ഭൂമികയെ രൂപപ്പെടുത്തുന്നതിൽ ഈ കൊളോണിയൽ അധിനിവേശ കാലഘട്ടത്തെ സമരങ്ങൾ, അന്നത്തെ ചെറുത്തുനിൽപ്പുകൾ, അന്നത്തെ സംഘടനകൾ ഇവയെല്ലാം വഹിച്ച പങ്കിനെ അദ്ദേഹം വലിയ രീതിയിൽ ആഴത്തിൽ ഇഴകീറി തന്നെ പരിശോധിച്ചിട്ടുണ്ട്. വളരെയധികം, പ്രത്യേകിച്ചും അദ്ദേഹത്തിൻ്റെ മലബാർ കലാപം, രാജവാഴ്ചയ്ക്കും പ്രഭുത്വത്തിനുമെതിരെ, അല്ലെങ്കിൽ എഗെയിനിസ്റ്റ് ലോർഡ്സ് ആൻഡ് സ്റ്റേറ്റ്സ് ആൻഡ് അപ്രൈസിംഗ് ഓഫ് പെസൻസ് ഇൻ മലബാർ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ, അതായത് പ്രഭുത്വത്തിനും രാജവാഴ്ചയ്ക്കും എതിരായ മലബാർ കലാപം എന്ന് പറയുന്ന പ്രത്യേകിച്ചും കർഷകരുടെ ആ ഒരു പ്രതിരോധം, അത് പിന്നീട് എങ്ങനെയാണ് ഒരു വിപ്ലവമായി മാറിയത്, അത് പിന്നീട് എങ്ങനെയാണ് ഉപരോധത്തിൽ നിന്ന് പ്രതിരോധത്തിലേക്കും അതിൽ നിന്ന് സമരത്തിലേക്കും മാറിയത് എന്നുള്ളതിനെ വളരെ ഇഴകേറി പരിശോധിച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ പുസ്തകം അത് വലിയ രീതിയിൽ ശ്രദ്ധ നേടിയിരുന്നു. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ആ ഗവേഷണ പ്രബന്ധം ചരിത്രപരമായും അതുപോലെ തന്നെ ദിശാബോധപരമായ ഉൾക്കാഴ്ച കൊണ്ടും എല്ലാം തന്നെ വേറിട്ട് നിൽക്കുന്ന ഒന്നാണ്. മാത്രമല്ല ചരിത്രത്തെ അവതരിപ്പിക്കുമ്പോഴും ആ ചരിത്രത്തെ വിശകലനം ചെയ്യുമ്പോഴും അദ്ദേഹം വച്ചു പുലർത്തുന്ന കൃത്യതയും കണിശതയും ഏറെ പ്രശംസിക്കപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ കൊളോണിയൽ ഇന്ത്യ, അതിൻ്റെ ചരിത്രം, മാത്രമല്ല ഈ കൊളോണിയൽ അധിനിവേശം ഇന്ത്യയുടെ സംസ്കാരത്തെ മാറ്റുന്നതിൽ അല്ലെങ്കിൽ അതിനെ എത്രത്തോളം സ്വാധീനിച്ചിട്ടുണ്ട്, ഇന്ത്യയിലെ സംഘടനകളെ അല്ലെങ്കിൽ വളർന്നു വന്ന പ്രത്യയ ശാസ്ത്രങ്ങളെ എല്ലാം രൂപപ്പെടുത്തുന്നതിൽ എങ്ങനെയാണ് ഇടപെട്ടിട്ടുള്ളത്, ഈ വിഷയങ്ങളെല്ലാം തന്നെ അദ്ദേഹം നടത്തിയ നേർക്കാഴ്ചകൾ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വീക്ഷണങ്ങൾ, ഇടപെടലുകളെല്ലാം തന്നെ വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ളതാണ്. ഏറ്റവും അവസാനമായി അദ്ദേഹത്തിൻ്റെ ചരിത്രകാരൻ്റെ ഓർമ്മക്കുറിപ്പുകൾ എന്ന കലുഷിതമായ കാലം എന്ന പുസ്തകവും മലയാളത്തിൽ വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടു. അത്തരത്തിൽ ആധുനിക ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച ചരിത്രകാരന്മാരിലുള്ള ഒരാളായിരുന്ന കേരളത്തിൻ്റെ പോസ്റ്റ് കൊളോണിയൽ കേരളവും അതുപോലെ തന്നെ അതിനു മുൻപുള്ള ബ്രിട്ടീഷ് അധിനിവേശ കേരളത്തെക്കുറിച്ചും കൃത്യമായ ഒരു ചരിത്രാവബോധം നൽകിയ ഒരാളാണ് ഇപ്പോൾ വിട പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മൃതദേഹം ഇപ്പോൾ നിലവിൽ പട്ടം SUT ആശുപത്രിയിലാണ് ഉള്ളത്. അവിടെ നിന്ന് നാളെ ജവഹർ നഗറിലുള്ള അദ്ദേഹത്തിൻ്റെ അപ്പാർട്ട്മെൻറ്റിലേക്ക് കൊണ്ടുപോകും. 10 മണി മുതൽ പൊതുദർശനം ആരംഭിക്കും. നാളെ വൈകിട്ട് 4 മണിക്ക് തൈക്കാട് ശാന്തി കവാടത്തിൽ വെച്ചാണ് സംസ്കാരം. ശരി, വ്യക്തമാണ്. പ്രമുഖ ചരിത്രകാരനായ കെ.എൻ. പണിക്കരാണ് ഇപ്പോൾ വിടവാങ്ങിയിരിക്കുന്നത്. തിരുവനന്തപുരം പട്ടം SUT ആശുപത്രിയിൽ വെച്ചായിരുന്നു അന്ത്യം. ശാരീരിക ബുദ്ധിമുട്ടുകളെ തുടർന്ന് ചികിത്സയിലായിരുന്നു ഇദ്ദേഹം. എന്തായാലും നവതി ആഘോഷിക്കാനിരിക്കെയാണ് ഇപ്പോൾ അദ്ദേഹം വിടവാങ്ങിയെന്നൊരു വാർത്ത ലഭിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ നൽകിയത് അതുല്യ രാമചന്ദ്രനാണ്. ശബരിമല സ്വർണ്ണ കൊള്ളയിൽ ദേവസ്വം ബോർഡ് മുൻ അംഗം N. വിജയ